CPIM-ൻ്റെ ഏത് ഓഫീസും അത് ജനങ്ങളുടെ കേന്ദ്രമാണ്. CPIM നേതാക്കളുടെയും പ്രവർത്തകരുടെയും മാത്രം പ്രവർത്തന കേന്ദ്രമല്ല, ജനങ്ങളുടെ സ്വത്താണത്. ഇത് പാർട്ടി സഖാക്കളുടെയും ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് പണിതത്. 1972 സെപ്റ്റംബർ 23-നാണ് അഴീക്കോടൻ രാഘവനെ കരുണാകരൻ്റെ പിന്തുണയോടെ തീവ്രവാദി സംഘം കൊലപ്പെടുത്തിയത്. അഴീക്കോടിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് 1973 ഡിസംബർ 10-ന് സഖാവ് EMS ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്നിങ്ങോട്ട് അഴീക്കോടൻ സ്മാരക മന്ദിരം ഈ നാടിൻ്റെ ഒരു പൊതു കേന്ദ്രമായി മാറി. വിവിധങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ഓഫീസ് തൊഴിലാളി വർഗത്തിൻ്റെ ആശ്രയ കേന്ദ്രമായി. അടിയന്തരാവസ്ഥയിൽ പാർട്ടിയെ തകർക്കാൻ അന്നത്തെ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പോലീസും ഗുണ്ടകളും ഒരുങ്ങിയപ്പോൾ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമായി ഈ ഓഫീസ് മാറി. അതോടൊപ്പം പാർട്ടിയുടെ ആദ്യകാല നേതാക്കളെല്ലാം തന്നെ ഈ ഓഫീസാണ് അന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങൾ, ഏതാണ്ട് 66,500-ലേറെ അംഗങ്ങൾ ഈ ജില്ലയിൽ CPM-നുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ, ഏറ്റവും കൂടുതൽ ലോക്കൽ കമ്മിറ്റികൾ എല്ലാം CPIM-ന് ഈ ജില്ലയിലുണ്ട്. ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലും ഈ കണ്ണൂർ ജില്ല ഏറെ മുന്നിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2020 നടന്നപ്പോൾ ആകെയുള്ള വാർഡുകളുടെ 70% ഇടതുപക്ഷമാണ് ഇവിടെ വിജയിച്ചത്. അസംബ്ലി മണ്ഡലങ്ങളിൽ 2 ഒഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷമാണ്. ഇത്തരത്തിൽ ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലും സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും മുന്നിലെത്തിയ ജില്ലകളിലൊന്നായ കണ്ണൂർ 100 വർഷം പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ പൊളിച്ച് പുതിയത് പണിയേണ്ടി വന്നത്. ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ്, പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ടാണ്. അതാണ് ഒക്ടോബർ 20-ന് CPIM രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയായ CH കണാരൻ്റെ ഓർമ്മ ദിനം നാടിന് തുറന്നു കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തൊക്കെ സജ്ജീകരണങ്ങളാണുള്ളത്? ഇവിടെ ഓഫീസിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. പ്രധാനമായും പാർട്ടി ജില്ലാ കേന്ദ്രത്തിൽ വേണ്ടിവരുന്ന യോഗങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മിനി ഹാളുകൾ, അതോടൊപ്പം ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഓഫീസ്, സോഷ്യൽ മീഡിയ ടീമിന് പ്രവർത്തിക്കാവുന്ന സൗകര്യം, പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം, ചടിയൻ ഗോവിന്ദൻ സ്മാരക ഹാൾ, 500ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന വിധത്തിൽ AKG സ്മാരക ഹാൾ, ഇതെല്ലാം ഈ ഓഫീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാധ്യമ പ്രവർത്തകരെ മാധ്യമ സമ്മേളനത്തിന് വേണ്ടി വിളിച്ചു ചേർക്കുമ്പോൾ അത് പ്രത്യേകമായി ഇരിക്കാനുള്ള സൗകര്യവുമുണ്ട്. പിന്നെ പാർട്ടി ഓഫീസിൽ നേതാക്കൾക്കും ഇവിടെ താമസിക്കുന്നവർക്കും താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആധുനിക സജ്ജീകരണങ്ങളും കൂടിയിട്ടുള്ള ഒരു ഓഫീസ് പുതുതായി പണിയുമ്പോൾ ആ ഓഫീസിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടാവണമല്ലോ. അതിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, നെറ്റ് സൗകര്യം വേണം, മറ്റെല്ലാ ആധുനികമായ സൗകര്യങ്ങളും വേണ്ടി വരും. അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചെലവ് എത്രയായി എന്നുള്ളത് കൂടി ഒരു ആകാംക്ഷ. അതിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല, എന്തായാലും ഭാരിച്ച ചെലവ് വരുന്നതാണ്. അതെല്ലാം പാർട്ടി പ്രവർത്തകന്മാരുടെ പിന്തുണയും സഹകരണവും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു പാർട്ടി അംഗങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇപ്പം പണം ശേഖരിച്ചത്. പാർട്ടി അംഗങ്ങളിൽ നിന്നും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്നും മാത്രമാണ്.